ഫിൽക്കുൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബുക്കും കുറച്ച് ഐറ്റംസും മേടിക്കാനായി റിയാദിൽ പോയ പാടും ഷോപ്പിംഗ് കഴിഞ്ഞ പാടും എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു. ഉച്ചയായ കാരണം നല്ല വിശപ്പായിരുന്നു. എൻ്റെ മുന്നിൽ കണ്ട സ്ഥലം ഹോട്ടൽ എവിടെ പറഞ്ഞപ്പോഴായിരുന്നു എൻ്റെ മുന്നിൽ കണ്ടത് പാരഗണ്ണായിരുന്നു ഗൈസ്. പാരഗണ്ണിൽ ഞാൻ എങ്ങനെയൊക്കെയോ ആരിനൊക്കെയോ ഉന്തിക്കയറ്റി പപ്പനെ കൊണ്ടുപോയി. അങ്ങനെ സ്ഥലമെത്തി വാഴലിട്ട പാടും എനിക്ക് സന്തോഷമായിരുന്നു ഗൈസ്. അങ്ങനെ ഓരോ ഇപ്പേരി വന്നുകൊണ്ടിരിക്കേണ്ട എൻ്റെ വലിയ ആഗ്രഹമാണ് വാഴയിലയിൽ ചോറ് തിന്നണം എന്നുള്ളത്. അങ്ങനെ വാഴയിലിട്ട പാടും എനിക്ക് ഹാപ്പിയോട് ഹാപ്പി. ഒരുപാട് കളറുള്ള ഇപ്പേരികൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര എക്സൈറ്റഡായി. ഒന്നിൻ്റെയും പേരൊന്നും എനിക്ക് അറിയത്തില്ല, ഒന്നിൻ്റെ പേരും പോലും എനിക്ക് അറിയത്തില്ല. ആകെ അറിയുന്ന ചമ്മന്തി അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. പിന്നെ ബീട്രൂട്ടും മീനും ഇതെല്ലാം അറിയത്തുള്ളൂ. ബാക്കി വേറെ എന്തൊക്കെയോ പേരുള്ള സാധനമാണ്. കാണാൻ ഭയങ്കര രസമായിരുന്നു. അങ്ങനെ പിന്നെ അത് അച്ചാർ ഇട്ട് തന്നു, മീൻ ചമ്മന്തി ഇട്ട് തന്നു, അങ്ങനെ ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചോറാണ് അങ്ങനെ എന്താണ് പരിപ്പ് ഇങ്ങനെ ഇതാക്കിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു, ചമ്മന്തി ഇട്ട് തന്നു. അപ്പം ഇനി വരുന്നത് ചോറാണ്. കണ്ടില്ലേ ഗൈസ്, ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അങ്ങനെ ചോറിന് വേണ്ടി ഞാൻ കാത്തിരുന്നപ്പോൾ ചോറും വന്നു ഗൈസ്. അപ്പം ഞാൻ ചോറ് കുറച്ചിട്ടപ്പോൾ തന്നെ മതി, ഇനി അത് എങ്ങനെ ഇറങ്ങും എന്നുള്ള എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ ഞാൻ ചോറ് കഴിക്കാൻ നിന്ന് ഫസ്റ്റ് ഞാൻ പപ്പടമൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. പക്ഷെ ഫസ്റ്റ് ഞാനിട്ട കറി ഏതാ വെച്ചാൽ മീൻ കറി അറിയാതെ ഒഴിച്ചു പോയി. ഞാനത് സാമ്പാർ പറഞ്ഞിട്ട് മീൻ കറി ഒഴിച്ചത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴായിരുന്നു ഗൈസ് സാമ്പാർ വരുന്നത്. പിന്നെ സാമ്പാർ ഒഴിച്ച് കുറച്ച് നേരം സൂപ്പർ എന്നൊക്കെ കാണിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കുണ്ടേ ഗൈസ്, സാമ്പാറൊക്കെ അടിപൊളിയായിരുന്നു. ഞാൻ ഫുള്ള് അതിൽ ഒഴിച്ച് കുഴിച്ച്. പിന്നെ പപ്പടം ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ടില്ലേ, എല്ലാവരും കഴിക്കാതിരിക്കുകയാണ്. അപ്പോൾ ഞാനും കഴിച്ച് അടിപൊളിയായിരുന്നു ഗൈസ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം ഗൈസ് സദ്യ. പിന്നെ എൻ്റെ വയർ ഫുള്ളായി ഗൈസ്. അപ്പോൾ 2 തരത്തിലുള്ള പായസം കൂടെ എൻ്റെ മുന്നിലേക്ക് വന്നപ്പോൾ ഭക്ഷണം നിറഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ പായസം വന്ന്. അങ്ങനെ പായസം വന്നപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പായസം എന്ത് ചെയ്തു, വാഴയിലേക്ക് അങ്ങനെ ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്തു, പായസം അങ്ങനെ ടേസ്റ്റ് ചെയ്തു. രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടത്, എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആ വൈറ്റ് പായസമായിരുന്നു. അതെല്ലാം കഴിച്ചപ്പോഴായിരുന്നു ഗൈസ് എൻ്റെ വയർ ഫുള്ളായി. ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ബൈ ബൈ.